ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഈ നട്ടപ്പാതിരാത്രിക്ക് ഊടുവഴിയിലോട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് വഴിയെ കാണിച്ചു തരാൻ കേട്ടോ. അങ്ങനെ നമ്മൾ മെയിൻ ജംഗ്ഷനിലെത്തി വന്നപ്പോഴത്തേനും കമ്പക്കെട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഉത്സവങ്ങളുടെ സീസൺ ആയതുകൊണ്ട് മാക്സിമം ഉത്സവം കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ പാടും ദുരിതമൊന്നും ഇല്ലാതെ നേരെ ഇങ്ങ് വിട്ടു കേട്ടോ. അങ്ങനെ തന്നെ നമ്മൾ ഒത്തിരി താമസിച്ചാണ് വന്നത്, ഒത്തിരി വൈകിയാണ്. കെട്ടുകാഴ്ചയൊക്കെ അമ്പലത്തിനകത്ത് കയറിയതിന് ശേഷം കേട്ടോ നമ്മൾ വന്നത്. ഈ തിരക്കിട്ടതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഉള്ള പനിയൊക്കെ കൂടുതലോ എന്ന് കരുതി കേട്ടോ വന്നത്. എന്നാൽ പിന്നെ പനിയല്ലേ വീട്ടിലിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ? അല്ല. ഇനിയിപ്പോൾ ഉത്സവം അടുത്ത വർഷമല്ലേ ഉള്ളൂ, അതുവരെ നോക്കിയിരിക്കേണ്ടേ. അതുവരെ നമുക്കിനി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാനെ കൊണ്ടോ ഓർക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെ നേരെ ഇങ്ങനെ വിട്ടു കേട്ടോ. അങ്ങനെ തന്നെ നേരെ പറമ്പിലൊക്കെ കയറി, ഉത്സവപ്പറമ്പിലൊക്കെ കയറി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുക കേട്ടോ. സ്ഥിരം പരിപാടി തന്നെ കാഴ്ച വെക്കുക. അങ്ങനെ അവിടെ ഇവിടെയായിട്ടൊക്കെ കമ്മൽ തൂങ്ങി കിടക്കുന്നുണ്ട്. നേരെ ഇങ്ങോട്ട് വിട്ടു, അതും ഇതുമൊക്കെ വാരിയെടുക്കുകയോ തിരിച്ചു വെക്കുകയോ ഒക്കെ ചെയ്തു. സ്ഥിരം കലാപരിപാടി തന്നെ അവിടെയും കാഴ്ച വെച്ചു കേട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്കൊന്നും വേണ്ട, കാളെ കണ്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് വന്ന കാശിക്കുട്ടൻ ഇവിടെ വന്നപ്പോഴത്തേക്കിന് ഇത് മൊത്തം കൂടെ മേടിച്ചാൽ കൊള്ളാമെന്നുള്ള അവസ്ഥയിലായി കേട്ടോ. അങ്ങനെ ചേട്ടൻ പറഞ്ഞു, നിനക്കില്ലാത്ത എന്തെങ്കിലും പറ വാങ്ങിത്തരാം. അങ്ങനെ ആശാൻ എല്ലാം നോക്കി അവസാനം ഒരു എലിയോ പിന്നെ എന്തോ ഒരു ചൂണ്ടയിടുന്നൊരു സാധനം പോലൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തോ കാര്യമൊന്നും അറിയത്തില്ല, അതും പെറുക്കി എടുത്തു. ഇനിയിപ്പോൾ എനിക്കൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടൻ കണ്ട് അവിടെയൊക്കെ പോയി നിന്ന്. പക്ഷേ തിരക്ക് കാരണം നമ്മളെ ആരും മൈൻഡ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ചേട്ടൻ അവിടെ നിന്ന് ഇങ്ങ് തിരിച്ചു പോകുന്നു കേട്ടോ. ആകെ വാങ്ങിയതാ ഈ ഒരു പൊതിക്കെട്ട് പാത്രം കേട്ടോ. അങ്ങനെ താണ്ട് തിരിച്ചിറങ്ങുകയാണ്. അങ്ങനെ ബജ്ജിക്കടയിലും അവസാനം വന്നു, അവിടെയും വേറെ ഇറച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിച്ച് കയറിച്ചിറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഉത്സവം കഴിഞ്ഞു. ടാറ്റാ ബൈ ബൈ, സി യു.